ദൈവത്തിന് സ്തോത്രം. മീഖ പ്രവാചകന്റെ പുസ്തകം, പഴയ നിയമത്തിലെ പുസ്തകമാണ് മീഖ പ്രവാചകന്റെ പുസ്തകം. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യം നമുക്ക് വായിക്കാം. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ഈ വാക്യങ്ങളിലെല്ലാം ഒരു വിശ്വാസി അവനോട് തന്നെ പറയുന്ന വാക്കുകളുണ്ട്. പിശാചിനോട് പറയുന്ന വാക്കുകളുണ്ട്. ദൈവത്തോട് പറയുന്ന വാക്കുകളുമുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയുന്ന വാക്കുകൾ, പിശാചിനോട് ഞാൻ പറയുന്ന വാക്കുകൾ, ദൈവത്തോട് പറയുന്ന വാക്കുകൾ, ഇതെല്ലാം ഈ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ദൈവക്കളെ, നമുക്കറിയാം കുടുംബജീവിതം ഹാർമോണിയസ് ആകണം, കുടുംബം ഒരു സ്വർഗമാകണമെന്നൊക്കെ. പക്ഷേ അനേകർക്കും അത് സാധിക്കുന്നില്ല, ആകുന്നില്ല. ഒരു കുടുംബം സമാധാനമുള്ളതാകണമെങ്കിൽ കുടുംബം ഉണ്ടാകുന്നത് വിവാഹം വഴിയാണ് കുടുംബം ഉണ്ടാകുന്നത് തന്നെ. ആ കുടുംബജീവിതം ആസ്വാദ്യകരമാകണമെങ്കിൽ 3 ഘടകങ്ങളുണ്ടെന്ന് പറയും. ഒന്ന്, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമാധാനം കിട്ടണം, സൗഖ്യം കിട്ടണം. മനുഷ്യനെന്ന് പറയുന്നത് തന്നെ ശരീരവും ആത്മാവും മനസ്സും ചേർന്നതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തന്നെ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലത്ത് പറയും, നിങ്ങളുടെ ശരീരവും ആത്മാവും പ്രാണനും അനന്യമായി കാക്കപ്പെടുവാൻ തക്കവണ്ണം സൂക്ഷിക്കപ്പെടട്ടെ എന്ന് പറയും. ദൈവം ഇത് 3-നെയും ഒരുപോലെ സൂക്ഷിക്കുന്നവനാണ്. ആത്മാവിനെ സൂക്ഷിക്കും, നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കും, നമ്മുടെ ശരീരത്തെയും ദൈവം സൂക്ഷിക്കുകയും ദൈവം പരിപാലിക്കുകയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും. നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, അവയവങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സെന്ത് ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സെങ്ങോട്ട് പോകുന്നു, അതുപോലെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്ത്, ഇതെല്ലാം ദൈവം ഒരുപോലെ ശ്രദ്ധിക്കുന്നതാണ് ശരീരവും മനസ്സും ആത്മാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യന് വിവാഹം വഴി ഉണ്ടാകണമെങ്കിൽ ശരീരത്തിന് സന്തോഷം വേണം, മനസ്സിന് സന്തോഷം വേണം, ആത്മാവിന് സന്തോഷം വേണം. നമുക്കറിയാം, സാധാരണ രീതിയിൽ വിവാഹമൊക്കെ നടക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മനസ്സിനിണങ്ങിയ ഒരു പങ്കാളി. പക്ഷേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും, മനസ്സിനിണങ്ങിയ പങ്കാളി പോരാ, ആത്മാവിന് ഇണങ്ങുന്ന പങ്കാളി വേണം. ഒരു വീണ്ടും ജനിച്ച ഒരു ഭർത്താവിനോ ഒരു ഭാര്യയ്ക്കോ അവരുടെ കുടുംബജീവിതം സന്തോഷമാകണമെങ്കിൽ മനസ്സിനിണങ്ങിയ പങ്കാളി പോരാ, ആത്മാവിനിണങ്ങിയ പങ്കാളി വേണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വരാം, വിവാഹം കഴിച്ചതിന് ശേഷമാണല്ലോ മാനസാന്തരപ്പെട്ടത്, പിന്നെ എന്തു ചെയ്യും? പങ്കാളി പഴയതല്ലേ, ഭർത്താവ് ഭാര്യ പഴയതല്ലേ, പിന്നെ എങ്ങനെ സാധിക്കും? ഇതെല്ലാം സഭയുണ്ടായ കാലം മുതലുള്ള വിഷയമാണ്. ക്രൈസ്തവ സഭ ഉണ്ടാകുമ്പോൾ അതിലേക്ക് വിശ്വാസികളായി വന്നവരും എല്ലാവരും മാനസാന്തരത്തിന് ശേഷം കല്യാണം കഴിച്ചവരല്ല, വിവാഹത്തിന് ശേഷം മാനസാന്തരപ്പെട്ടവരാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 12, 13 വാക്യത്തിൽ പറയും, അവിശ്വാസിയായ ഒരു ഭാര്യയ്ക്ക് വിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവിനോട് ചേർന്ന് ജീവിക്കുക സന്തോഷമായിട്ട്. അല്ല, വിശ്വാസിയായ ഭർത്താവിന് അവിശ്വാസിയായ ഭാര്യയാണോ, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ സന്തോഷമാണെങ്കിൽ അവരങ്ങനെ തന്നെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, കാരണം അതുവഴി നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരാതെ ഭർത്താവിനോടും ഭാര്യയ്ക്കും എത്രമാത്രം ഭിന്നതയുണ്ടെങ്കിലും അകൽച്ചയുണ്ടെങ്കിലും
ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ ജീവിക്കാൻ അവർക്ക് സാധിക്കുമത് എങ്കിലേ നിങ്ങളുടെ മക്കൾ വിശ്വാസികളാവുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വിശുദ്ധരാക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ എന്ന് അപ്പോസ്തലൻ പറയും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് 5 സമർപ്പണങ്ങളാണെന്ന് പറയും. ശരീരവും ആത്മാവും മനസ്സും ചേർന്നതാണ് വിവാഹം എന്ന് ഞാൻ പറയും. വിവാഹം എന്ന് പറയുന്നത് 5 സമർപ്പണങ്ങളാണെന്ന് പറയും. 1, വിശ്വസ്തതയുടെ സമർപ്പണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ വേറൊരു അന്യജഡം കടന്നു വരാൻ പാടില്ല. അതാണ് വിശ്വസ്തതയുടെ സമർപ്പണം. 2, സഹായിക്കുമെന്നുള്ള സമർപ്പണം. എൻ്റെ ഭാര്യയെ ഞാൻ സഹായിക്കും, എൻ്റെ ഭർത്താവിനെ ഞാൻ സഹായിക്കുമെന്നുള്ളതായ സമർപ്പണം ഒരാവശ്യം വന്നാൽ. അതുപോലെ തന്നെ 3 സമർപ്പണം കരുതലിൻ്റെ സമർപ്പണമാണ്. ഞാൻ എൻ്റെ ഭാര്യയെ കരുതും, ഞാൻ എൻ്റെ ഭർത്താവിനെ കരുതും. ആ സമർപ്പണം ഉണ്ടാകണം. 5 സമർപ്പണങ്ങൾ വേണമെന്ന് പറയും. 1, വിശ്വസ്തതയുടെ സമർപ്പണം. 2, സഹായിക്കുമെന്നുള്ള സമർപ്പണം. 3, കരുതുമെന്നുള്ള സമർപ്പണം. 4, സന്തോഷിക്കുമെന്നുള്ള സമർപ്പണം. എൻ്റെ ഭർത്താവ് സന്തോഷിക്കുമ്പോൾ കൂടെ ഞാനും സന്തോഷിക്കും, എൻ്റെ ഭാര്യ സന്തോഷിക്കുമ്പോൾ കൂടെ ഞാനും സന്തോഷിക്കുമെന്നുള്ളതായ ആ സമർപ്പണം. 5, ആത്മാവിലുള്ളതായ സമർപ്പണം. ഭാര്യയുടെ ആത്മാവിനെ ഞാൻ കരുതും, ആ ആത്മാവിന് ഞാൻ വില കൊടുക്കും, അവളുടെ ആത്മാവ് നഷ്ടപ്പെടാതെ ഞാനും സൂക്ഷിക്കും. അതുപോലെ ഭർത്താവിൻ്റെ ആത്മാവിന് നഷ്ടം വരാതെ ഞാനും സൂക്ഷിക്കുമെന്നുള്ളതായ ആ ഭാര്യയുടെ സമർപ്പണം എന്ന് പറയും. ദൈവമക്കളെ, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമ്മുടെ എല്ലാം കുടുംബജീവിതം സന്തോഷമായി തീരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കാരണം ജീവനുള്ള ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഒരു ഭാവി കാലത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ് പാഠങ്ങൾ? വരുവാനുള്ള ലോകത്തിലെ സന്തോഷം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പഴയ നിയമകാലത്തെ വിശ്വാസികൾ, പഴയ നിയമ ഭക്തന്മാർ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള ഭക്തന്മാർ, അവരും ചിന്തിക്കുന്നവരായിരുന്നു. ഭാവി എന്താണ് ചിന്തിക്കുന്നവരായിരുന്നു. അവരും ദൈവവിശ്വാസികളായവരെല്ലാവരും ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവരാണ്. എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി, എന്താണ് ഞങ്ങളുടെ ഭാവി എന്ന് ചിന്തിക്കുന്നവരായിരുന്നു ആ പഴയ നിയമ വിശ്വാസികളും. അവരും ചിന്തിച്ചിരുന്നു. അതാണ് 1 പത്രോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, അവരും ചിന്തിച്ചു. അവർക്ക് മനസ്സിലായി ഭാവി കാലത്ത് ഒരു രക്ഷകൻ വരും, ഭാവിയിൽ ഒരു രക്ഷകൻ ലോകത്തിലേക്ക് വരും. ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരു രക്ഷകൻ വരും, ഒരു രക്ഷകൻ ഉണ്ടാകും. മോശ പറഞ്ഞു കൊടുത്തിരുന്നു, എന്നെപ്പോലെ ഒരു പുരുഷൻ എഴുന്നേറ്റ് വരും, നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ എഴുന്നേറ്റ് വരുമെന്ന്. ദൈവമക്കളെ, അങ്ങനെ ഒരു രക്ഷകനെ കാത്തിരുന്ന ഒരു സമൂഹമായിരുന്നു പഴയ നിയമ ആ വിശ്വാസികളുടെ സമൂഹം. അവരെ ധ്യാനിച്ചിരുന്നു. ക്രിസ്തു വരും, അവൻ കഷ്ടം അനുഭവിക്കും, അവൻ കഷ്ടതയിലൂടെ കടന്നു പോകും, അവൻ ഈ ഭൂമിയിൽ വെച്ച് അവന് കഷ്ടതയുണ്ടാകും, എന്നാൽ പിന്നീട് അവന് വരുവാനുള്ളതായ ആ സന്തോഷം. ഈ ഭൂമിയിൽ തൽക്കാലത്തേക്ക് സങ്കടമുണ്ട്, എങ്കിലും ഈ ഭൂമിയിൽ സങ്കടപ്പെടുന്ന മനുഷ്യന് ഭാവിയിൽ സന്തോഷമുണ്ടാകുമെന്ന് അന്നത്തെ വിശ്വാസികൾ അവർ മനസ്സിലാക്കിയിരുന്നു. ആ കാലത്ത് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവർ വിശ്വാസികളായി ജീവിച്ചത്. അല്ല, നമ്മളെപ്പോലെയുള്ളതായതൊന്നുമില്ല ആ കാലത്തെ പഴയ നിയമ വിശ്വാസികളെ. അവർ വിശ്വാസികളായി ജീവിച്ചത് വരുവാനുള്ള ലോകത്തിലെ സന്തോഷം ഓർത്തിട്ടാണ്. അല്ലാതെ അവർക്കെല്ലാം ലഭിച്ചിട്ടല്ല, അവർക്കെല്ലാം തൃപ്തിയാഗമനം കിട്ടിയിട്ടില്ല. എല്ലാം അവർ സഹിച്ചതിൻ്റെ പിന്നിൽ വരുവാനുള്ള ലോകത്തിലെ ഒരു സന്തോഷം. അതേ പുസ്തകം തന്നെ 1:13 ഇപ്രകാരം പറയും, ഈ പുതിയ നിയമകാലത്തെ വിശ്വാസികളായ നാം എപ്രകാരം ഏത് ആഗ്രഹത്തോടെ ജീവിക്കണമെന്ന് നമുക്ക് നോക്കാം. 1:13 വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് കൊള്ളുവീൻ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി, ഇളകിപ്പോകാതെ, വഴുതിപ്പോകാതെ, വഷളായി പോകാതെ ജയിക്കുന്നവരായിട്ട്
ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായ ആ പ്രത്യാശ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക്, ക്രിസ്ത്യാനികളായി നാം അതിനാണ് ജീവിക്കേണ്ടത്. ഇളകിപ്പോകാതെ, പതറിപ്പോകാതെ, തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ സന്തോഷം ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. ജീവനുള്ള ദൈവം നമ്മളെ വിളിച്ചതിന് വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും നിരാശയോടെ ഇരിക്കരുത്. കർത്താവേ, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പാപം വന്നിട്ടുണ്ടല്ലോ, തെറ്റ് വന്നിട്ടുണ്ടല്ലോ, കറ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ആത്മാവിൽ കറയുണ്ടല്ലോ, എൻ്റെ മനസാക്ഷിയിൽ കറയുണ്ടല്ലോ, പാപത്തിൻ്റെ വടുക്കളുണ്ടല്ലോ, അഴുക്കിൻ്റെ പാരമ്പര്യം എനിക്കുണ്ടല്ലോ, അഴുക്കിൽ ചവിട്ടിയ കാലം എനിക്കുണ്ടല്ലോ എന്നുള്ളതായ ആ കഴിഞ്ഞ കാലത്തെ നിരാശയോടെയല്ല നിങ്ങളിവിടെ ഇരിക്കേണ്ടത്. കാരണം നാം അഴുക്കിൽ ചവിട്ടിയതും കഴിഞ്ഞ കാലങ്ങളിൽ ചീത്തയായതും വഷളായതും നമ്മുടെ ശരീരത്തിലും മനസാക്ഷിയിലും എല്ലാം സകല വടുക്കളും പാടുകളും എല്ലാം ഉള്ളത് അറിഞ്ഞുകൊണ്ടാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. അറിഞ്ഞുകൊണ്ടാണ് ദൈവം എന്നെയും വിളിച്ചത്, എന്നെയും നിർത്തിയിരിക്കുന്നത്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒരാളിവിടെ കടന്നു വരും, ആ ആളെയാണ് നിങ്ങൾ നോക്കേണ്ടത്. 12-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ പറയും, ഒരാളിവിടെ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. ആരാണ് കടന്നു വരുന്നത്? ആരാണ് വരുന്നത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 12-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എളിയവരുടെ പീഡ, നിങ്ങൾ പീഡിതരാണ്, മനസ്സിൽ പീഡയുള്ളവരാണ്, പാപഭാരമുള്ളവരാണ്. കഴിഞ്ഞകാല പാപത്തെക്കുറിച്ചുള്ളതായ ദുഃഖമില്ലാത്തവരാരുമില്ല. കഴിഞ്ഞകാലം വന്നുപോയതായ സകല പാപങ്ങളെക്കുറിച്ചും സകലതിനെക്കുറിച്ചും ദുഃഖവും നിരാശയും എല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പീഡ ഏൽക്കുന്നുണ്ട്, മാനസിക പീഡയുണ്ട്. പിശാച് നിങ്ങളെ കുത്തുന്നുണ്ട്, പിശാച് കഴിഞ്ഞ കാലം നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ചില പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും നിങ്ങൾക്കെല്ലാം വിടുതൽ കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എളിയവരുടെ പീഡ, അതുപോലെയുള്ള മനസാക്ഷി കുത്തുമുള്ള നിങ്ങളെ രക്ഷിക്കാൻ ഒരുവൻ വരും. എളിയവരുടെ പീഡയും അപമാന നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിൽ ആക്കും. പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷകൻ വരും. നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ ഒരുവൻ വരും, നിങ്ങളെ ഉയർത്താൻ ഒരുവൻ വരും, നിങ്ങളെ സഹായിക്കാൻ ഒരുവൻ വരും. ഇവിടെ വെച്ചവൻ നിങ്ങളെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ നിങ്ങളുടെ കണ്ണുനീരൊപ്പും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ഒരുവൻ വരും. അവനെയാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്, അവനെയാണ് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയം പറയേണ്ടത് അതാണ്. എന്നെ എഴുന്നേൽപ്പിക്കാൻ ഒരാൾ വരും, എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരാൾ വരും, എന്നെ ശക്തിപ്പെടുത്താൻ ഒരാൾ വരും, എൻ്റെ മേൽ കൃപ പകരാൻ ഒരാൾ വരും, എന്നെ സഹായിക്കാൻ ഒരുവൻ വരും. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. പ്രവാചകനായ യെശയ്യാ പറഞ്ഞു, അവൻ കൊടുങ്കാറ്റ് പോലെ വരുമെന്ന്. അന്ത്യന്യായവിധിയിൽ അവൻ കൊടുങ്കാറ്റ് പോലെ വരും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ന്യായവിധിക്കായിട്ട് അവൻ കടന്നു വരും. അവൻ കൊടുങ്കാറ്റ് പോലെ വരും. എന്നാൽ ഇപ്പോൾ അവൻ വരുന്നത് പാപിയെ എഴുന്നേൽപ്പിക്കാനാണ്, പാപം ചെയ്തവനെ എഴുന്നേൽപ്പിക്കാനാണ്, വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനാണ്, തകർന്നു കിടക്കുന്നവനെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങളെ എഴുന്നേൽപ്പിക്കാനാണ്, തോറ്റു കിടക്കുന്ന നിങ്ങളെ എഴുന്നേൽപ്പിക്കാനാണ്. പരാജയപ്പെട്ട്, അടുക്കളയിലും പരാജയപ്പെട്ട്, പരീക്ഷയിലും പരാജയപ്പെട്ട്, ജോലി സ്ഥലത്തും പരാജയപ്പെട്ട്, എല്ലാ ബന്ധങ്ങളിലും പരാജയപ്പെട്ട്, എല്ലാം താറുമാറായി കിടക്കുന്ന നിങ്ങളെ എഴുന്നേൽപ്പിക്കാനാണ് അവൻ വരുന്നത്. ഇപ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ കടന്നു വരും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ എത്ര പേര് കർത്താവെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് കർത്താവെ ഞാൻ വീണ് കിടക്കുകയാണ്, ഞാൻ തളർന്നു കിടക്കുകയാണ്, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ? പ്രിയപ്പെട്ടവരെ, വാഗൊണ്ടൊന്നും പറയണ്ട. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, കർത്താവെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. ഞാൻ ഒരു മിനിറ്റ് നിർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. കർത്താവെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. ഈ നിരാശ കുഴിയിൽ നിന്ന്, ഈ കലഹമുള്ള കുടുംബത്തിൽ നിന്ന് എന്നെ ഒന്ന് തലപൊക്കിക്കണമേ. എന്നെ വീട്ടിൽ നിന്ന് മാറ്റുകയല്ല, ഇവിടെ തലപൊക്കി നിൽക്കാൻ, ക്രിസ്തു ഉള്ളവനായി നിൽക്കാൻ, ക്രിസ്തു ഉള്ളവളായി നിൽക്കാൻ, ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ, ഈ ഭിന്നതയുടെ നടുവിൽ, ഈ കലഹത്തിൻ്റെ എല്ലാം നടുവിൽ എന്നെ സന്തോഷമുള്ളവളായി നിർത്താൻ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. ഇതാരാണ് പറയുന്നത്? മനുഷ്യൻ പറയുന്ന വാക്കല്ല.
പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പറയുന്ന വാക്കല്ല. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനതിലാക്കുമെന്ന് പറഞ്ഞവൻ ഉടമസ്ഥനാണ്, അവൻ ഉടയവനാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ അധികാരമുള്ളവനാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മേൽ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് പറയുന്നത്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. അവൻ കൊടുങ്കാറ്റ് പോലെയല്ല വരുന്നത്, അവൻ എഴുന്നേൽപ്പിക്കാൻ വരുന്ന ഒരു സഹായിയെ പോലെയാണ് വരുന്നത്. അവൻ എഴുന്നേൽപ്പിക്കാൻ വരുന്ന ഒരു സഹായിയെ പോലെയാണ് അവൻ വരുന്നത്. ഞാൻ എഴുന്നേൽപ്പിക്കാം. ഹൃദയത്തിലൊന്ന് ആഗ്രഹിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് ആഗ്രഹിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് ആഗ്രഹിക്കണം. കർത്താവേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം, എനിക്കൊരു ബുദ്ധി തരണം, എനിക്കൊരു കഴിവ് തരണം, എനിക്കൊരു സാമർഥ്യം തരണം. കർത്താവേ, എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ പരാജയത്തിൻ്റെ പര്യായമാണ് ഞാൻ, പക്ഷേ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാവോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വാഗ്ദത്ത വചനമാണ്. വാഗ്ദത്ത വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് പറയുന്നത്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനതിൽ ആക്കുമെന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചാൽ മതി. നിങ്ങൾ ആത്മാവിനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ഒന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. അവസാന നാളിൽ എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ 4-ാം അധ്യായം വായിച്ചു നോക്കാം. അതിൻ്റെ അവസാന വാക്യത്തിൽ പത്രോസ് ഇപ്രകാരം പറയും. അതിൻ്റെ 19-ാമത്തെ വാക്യം, 1 പത്രോസ് 4:19 വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഒരു കാര്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണ് ഓർപ്പിക്കുന്നത്? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയെല്ലാം ആത്മാവിനെ നാം ഒരു സമയത്ത് കർത്താവിനെ ഭരമേൽപ്പിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് വീടുണ്ട്. വീട് പൂട്ടി പോകുമ്പോൾ അയൽക്കാരോട് പറയും, ഒന്ന് നോക്കിക്കോളണോട്ടോ എന്ന് പറയും. എല്ലാ അയൽക്കാരുടെയും വീട്ടിൽ നിങ്ങളുടെ താക്കോൽ കൊടുത്തിട്ട് പോകുമോ? പോകില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ ഇരിപ്പുണ്ടായിരുന്നു, അത് അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് ഇത് ഇവിടെ നിന്ന് ഇരുന്നോട്ടോ, ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്തോളാട്ടോ എന്ന് പറഞ്ഞ രൂപ നിങ്ങളുടെ അയൽക്കാരുടെ വീട്ടിൽ കൊടുത്തിട്ട് പോകുമോ? നിങ്ങൾ പോകില്ല. നിങ്ങൾക്കൊരു 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അയ്യോ, ഞാനൊന്ന് ടൗണിൽ പോവുക, എൻ്റെ കുഞ്ഞൊന്ന് ഇവിടെ നിന്നോട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളോട് കൊടുത്തിട്ട് പോകുമോ? പോകില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിൽ അതിനേക്കാൾ വിലയുള്ള ഒന്ന് നിങ്ങളുടെ അകത്തുണ്ട്. ഇതിനേക്കാൾ വിലയുള്ള ഒന്ന് നിങ്ങളുടെ അകത്തുണ്ട്. അത് നിങ്ങളുടെ ആത്മാവാണ്. ഈ ആത്മാവിനെ നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുണ്ട്. നിങ്ങളുടെ പണം ലോക്കറിൽ വയ്ക്കും, പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ. സ്വർണ്ണം ലോക്കറിൽ വയ്ക്കും, പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ. അതുപോലെ നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ആത്മാവിനെ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട് സൃഷ്ടാവെങ്കിൽ അവരുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കുകയത്രേ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ കരയിലേക്ക് നിങ്ങളുടെ മരണസമയത്ത്, എൻ്റെ മരണസമയത്ത് എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാനുള്ളതായ ആ പ്രാഗൽഭ്യമാണ് ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ആ പ്രാഗൽഭ്യമില്ലാതെ മരിക്കുക എന്ന് പറയുന്നതാണ് ശരണമില്ലാതെ മരിക്കുക എന്ന് പറയുന്നത്. ആ പ്രാഗൽഭ്യത്തോടെ മരിക്കുന്നതിനാണ് ശരണത്താൽ മരിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതാണ് സ്തേഫാനോസ് കാണിച്ചു തന്നത്. സ്തേഫാനോസ് കാണിച്ചു തന്നു, കർത്താവേ, അവൻ ശരണത്തിലാണ് മരിച്ചത്. കർത്താവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, മുഖം വാടാതെ മരിക്കാൻ സാധിക്കണം. മുഖം വാടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, മരണസമയത്ത് എൻ്റെ മുഖം വാടിപ്പോകരുത്, മരണസമയത്ത് എൻ്റെ മുഖം മ്ലാനമായി പോകരുത്, മരണസമയത്ത് എൻ്റെ മുഖത്ത് നിരാശ വരരുത്. ഇപ്പോഴേ ഒരുങ്ങണം, ഇപ്പോഴേ പ്രാർത്ഥിക്കണം. കാരണം ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അത് നാളെ ആവശ്യമുണ്ട്, ഭാവി കാലത്ത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതിനുള്ളതായ ഒരുക്കമാണ് നിങ്ങൾ വരുവാനുള്ള ലോകത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അതിനെ കഴുകി കിട്ടണം, ആത്മാവിനെ കറപറ്റാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, ആത്മാവാണ് ഏറ്റവും വലുത്. ആത്മാവാണ് ഏറ്റവും വലുത്. സർവ്വലോകവും നേടി ആത്മാവ് നഷ്ടമായാൽ എല്ലാം നഷ്ടം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇഫ് വെൽത്ത് ഈസ് ലോസ് നത്തിങ് ഈസ് ലോസ്. പണം നഷ്ടപ്പെട്ടു പോയോ? ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ? സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് സോൾ ഈസ് ലോസ്റ്റ്, ആത്മാവ് നഷ്ടപ്പെട്ടാലോ? എല്ലാം നഷ്ടം. ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടം. വീട് അവിടെ ഉണ്ടായിരിക്കാം, വീടിനേക്കാൾ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, സഭയേക്കാൾ,
പ്രിയപ്പെട്ടവരെ, ജോലിയേക്കാൾ കൂട്ടായ്മയേക്കാൾ എല്ലാം വലുത് നിങ്ങളുടെ ആത്മാവാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആത്മാവാണ് ഏറ്റവും വലുത്. എൻ്റെ ഏറ്റവും വലിയത് എൻ്റെ ആത്മാവാണ്. എൻ്റെ മുഖഭാവമല്ല, എൻ്റെ ശരീരമല്ല, എൻ്റെ സ്വത്തല്ല, എൻ്റെ പാണ്ഡിത്യമല്ല, എൻ്റെ ജോലിയല്ല, എൻ്റെ ശമ്പളമല്ല. ആത്മാവാണ് എൻ്റെ ഏറ്റവും വലുത്. ഈ ആത്മാവിനെ ഞാൻ ദൈവകരങ്ങളിൽ കൊടുക്കാൻ എനിക്ക് സാധിക്കണം. അതിനാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അതാണ് ശരണമെന്ന് പറയുന്നത്. ആ ശരണത്തിലായിരിക്കണം നിങ്ങൾ മരിക്കേണ്ടത്. ഹല്ലേലൂയ ദൈവമക്കളെ, ആ ശരണത്തിൽ മരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് മീഖ പ്രാർത്ഥിച്ചത്. എന്താണ് മീഖ പ്രാർത്ഥിച്ചത്? ദൈവത്തോട് പറഞ്ഞു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായിട്ട് ഞാൻ കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ജീവനുള്ള ദൈവത്തോട് നിങ്ങൾ ചേർന്ന് പറയുക. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ദൈവത്തോട് പറയാൻ ധൈര്യമുണ്ടോ? ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, ഞാനോ ജീവനുള്ള ദൈവത്തെ തന്നെ നോക്കും, ഞാനോ ക്രിസ്തുവിലേക്ക് നോക്കും. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടുവാൻ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്ന സമയമാണ്. എൻ്റെ നിങ്ങളുടെയും മുമ്പിൽ വരച്ചു കിട്ടേണ്ടത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ആ ക്രൂശിവിനെ, ആ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ എൻ്റെ മുമ്പിലൊന്ന് വരച്ചു തരണമേ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ദൈവം കേൾക്കട്ടെ, ദൈവം കേൾക്കേ. നിങ്ങൾ പറ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതാണ് ദൈവത്തോട് പറയേണ്ട വാക്ക്. നിങ്ങൾ ദൈവത്തോട് പറ, ദൈവം സന്തോഷിക്കട്ടെ, ദൈവം ആനന്ദിക്കട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. അവൻ വരുന്നതുവരെയും ഞാൻ കാത്തിരിക്കും. അവൻ എന്നെ എഴുന്നേൽപ്പിക്കുന്നവരെയും ഞാൻ കാത്തിരിക്കും. അവൻ എന്നെ ഉയർത്തിയെടുക്കുന്നവരെയും ഞാൻ കാത്തിരിക്കും. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഞാൻ നിരാശപ്പെട്ടു പോകില്ല, ഞാൻ പതറിപ്പോകില്ല, ഞാൻ പിന്മാറിപ്പോകില്ല. ഏറിയ വെള്ളങ്ങൾ എൻ്റെ പ്രേമത്തെ കെടുത്തിക്കളയില്ല. നിന്ന വന്നാലും പരിഹാസം വന്നാലും അപമാനം വന്നാലും ആരെല്ലാം എൻ്റെ പേർ ദൂഷണം പറഞ്ഞാലും ശരി, യേശുക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല. ഏറിയ വെള്ളങ്ങൾ ആ പ്രേമത്തെ കെടുത്തുകയില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങൾക്ക് ആ സമർപ്പണമുണ്ടോ? ഏറിയ വെള്ളങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് നിരാശയാണ്, അത് കഷ്ടതയാണ്, അത് അപമാനമാണ്, അത് നിന്ദയാണ്, അത് പരിഹാസമാണ്. നിങ്ങൾ ചെയ്തതും ചെയ്യാത്തതും എല്ലാം നിങ്ങളുടെ മേൽ വരുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കണം, ഏറിയ വെള്ളങ്ങൾ എൻ്റെ പ്രേമത്തെ കെടുത്തുകയില്ല. യേശുവിനോടുള്ള എൻ്റെ പ്രേമത്തിന് ഒരു കുറവും വരികയില്ല, ഒരു കുറവും വരികയില്ല. ഞാൻ യേശുവിനെ സ്നേഹിക്കും, ഞാൻ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തോട് നിങ്ങൾ ഉറപ്പിച്ചു പറ, ദൈവത്തിന് ഗ്യാരണ്ടി കൊടുക്ക. ഞാൻ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല. എത്ര അപമാനം വന്നാലും, നിന്ന വന്നാലും, രോഗം വന്നാലും, അതിവേദന വന്നാലും യേശുവിനോട് എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല, ഒരു കുറവും വരില്ല. ഏറിയ വെള്ളങ്ങൾ ഈ പ്രേമത്തെ കെടുത്തുകയില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, ഇത് യേശുവിനെ പ്രേമിക്കുന്നവരുടെ രംഗമാണ്. യേശുവിനെ പ്രേമിക്കുന്ന മക്കളുടെ അവരുടെ ആരാധന രംഗമാണ്, അവരുടെ കൂട്ടായ്മയാണ്. യേശുവിനെ പ്രേമിക്കുന്ന ദൈവമക്കളുടെ പാവപ്പെട്ടവരുടെ കുടുംബാവികളുടെ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. യേശുവിനെ പ്രേമിക്കുന്നവരുടെ അത് ഹല്ലേലൂയ സന്തോഷത്തിന്റെ സ്ഥലമാണിത്. യേശുവിനെ പ്രേമിക്കുന്നവരാണ് ഇവിടെ വരുന്നത്. സഭയെ പ്രേമിക്കുന്നവരോ മറ്റൊരു പ്രേമമുള്ളവരല്ല. യേശുവിനെ 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 കുരിശിൽ മരിച്ചവനാ യേശുവിനെ പ്രേമിക്കുന്നവരുടെ കൂട്ടായ്മയാണിത്. അവരാണ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് പറയാനുള്ള വാക്കാണ്, ഏറിയ വെള്ളങ്ങൾ ഇതിനെ കെടുത്തുകയില്ല. എന്തെല്ലാം അപമാനം വന്നാലും, നിന്ന വന്നാലും, കഷ്ടം വന്നാലും യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല, ഒരു കുറവും വരില്ല, ഒരു കുറവും വരില്ല. അതാണ് മീഖ പറഞ്ഞത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇടയ്ക്കൊന്ന് ശത്രുവിലെ നോക്കും, ഇടയ്ക്കൊന്ന് പിശാചിനേക്ക് നോക്കും കേട്ടോ. ഇടയ്ക്ക് പിശാചിനോടും പറയണം. എന്താണ് പിശാചിനോട് പറയേണ്ടത്? എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി നീ സന്തോഷിക്കരുത്. ഹല്ലേലൂയ. നിനക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നിനക്ക് ചില അവകാശങ്ങളുണ്ട്. എനിക്ക് പാപം വന്നിട്ടുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എനിക്ക് വിവേകക്കുറവ് വന്നിട്ടുണ്ട്. ദാവീദ് പറയുന്നുണ്ടല്ലോ, ശെമയി കോപിക്കുമ്പോൾ, ശെമയി ദാവീദിനെ ശപിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, അവനെ നോക്കണ്ട, അവൻ ശപിച്ചോട്ടെ, കാരണം എന്നിൽ കുറ്റമുണ്ട്. എന്നിൽ കുറ്റമുള്ളത് കൊണ്ടാണ് അവൻ ശപിക്കുന്നത്. ദൈവം അനുഭവിച്ചിട്ടാണ് അവൻ ശപിക്കുന്നത്. അതുകൊണ്ട് അവനോട് വിരോധം വേണ്ട, അവനോട് തെറ്റ് വേണ്ട. പ്രിയപ്പെട്ടവരെ, തെറ്റ് പറ്റിയിട്ടുണ്ട്,
തെറ്റ് പറ്റിയിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് പാപം വന്നിട്ടുണ്ട്, അറിയാതെയും വന്നിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് വിവേകക്കുറവ് വന്നിട്ടുണ്ട്, ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്, മാലിന്യം സംഭവിച്ചിട്ടുണ്ട്. അതേ ശത്രുവായവളെ, എന്നെ ചൊല്ലി ചിരിക്കണ്ട, അത് മാത്രം പറഞ്ഞാൽ മതി. എന്നെ കുറ്റം പറയണ്ട എന്നല്ല പറയേണ്ടത്, എന്നെ ചൊല്ലി ചിരിക്കണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് നീ ചിരിക്കണ്ട എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ നിന്ന് എഴുന്നേൽക്കും, എന്നെ ഒരാൾ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എഴുന്നേൽക്കുകയല്ല, വേറൊരാൾ എൻ്റെ കരത്തിൽ പിടിക്കും. ഹല്ലേലൂയ. ഒരു മുറിഞ്ഞ കരം എന്നെ പിടിക്കും, അരുമനാഥന്റെ സ്നേഹമുള്ള കരം എന്നെ പിടിക്കും. ഈ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റും. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ എന്നെ പിടിക്കും. പിശാചിനോട് പറയണം, ഞാൻ എഴുന്നേൽക്കും. പിശാചിനോട് പറയണം, ഞാൻ എഴുന്നേൽക്കും. എന്നെ ചൊല്ലി ചിരിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരുട്ടത്തിരുന്നാലും എൻ്റെ ദൈവം എൻ്റെ വ്യവഹാരം നടത്തും. ഇന്ന് ഞാൻ കൂരിരുട്ടിലാണ്, തീവണ്ടി തുരങ്കത്തിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ എപ്പോഴും നമുക്കറിയാം, ഈ തുരങ്കത്തിനപ്പുറം ഒരു പ്രകാശമുണ്ട്. ഹല്ലേലൂയ. ദൈവവേദലേ, നീ തുരങ്കത്തിലൂടെ കടന്നു പോവുകയാണോ? നിരാശയിലൂടെ കടന്നു പോവുകയാണോ? കഷ്ടകാലത്തൂടെ കടന്നു പോവുകയാണോ? ഒന്നുറയ്ക്കുക. ഇതിനപ്പുറം അരുമനാഥൻ്റെ സ്നേഹമുള്ള കരമുണ്ട്. ആ കരത്തിൽ നമുക്ക് പിടിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന് ഉറപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പ്രേമം മരണം പോലെ ബലമുള്ളത്, ഭക്തി വ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളത്. ഹല്ലേലൂയ. അതാണ് യേശുവിന് എന്നോട് നിങ്ങളോടും പറയാനുള്ളത്. മോനെ, നിന്നെക്കുറിച്ച്, നിന്റെ വ്രതത്തെക്കുറിച്ച്, നിന്നെക്കുറിച്ച് എനിക്ക് ശങ്കയുണ്ട്, നിന്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ശങ്കയുണ്ട്. ഹല്ലേലൂയ. അതാണ് എൻ്റെ വേദന, അതാണ് യേശുവിൻ്റെ വേദന. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് യേശുവിന് വേദനയുണ്ട്. നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് യേശുവിന് സംശയമാണ്. യേശുവിനോട്, അതുകൊണ്ടാണ് യേശു പത്രോസിനോട് ചോദിച്ചത്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ സ്നേഹം, ആ കർത്താവിൻ്റെ വേദനയ്ക്ക് പരിഹാരം വരുത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളതിനൊന്നും ചെയ്യണ്ട. യേശുവിനോട് പറഞ്ഞാൽ മതി, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഏറിയ വെള്ളങ്ങൾ ഈ പ്രേമത്തെ കെടുത്തുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്തി വ്രതശങ്ക. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചാണ് യേശുവിന് വേദന. നിങ്ങളെ അറിയിക്കട്ടെ, ഇവിടെ കടന്നു വരുന്നവരുടെ യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുവോ? അതാണ് യേശുവിന് വേദന. നിങ്ങളുടെ സ്നേഹം കുറയുന്നുവോ എന്നുള്ളതാണ് യേശുവിന് വേദന. നിങ്ങൾ ഉറപ്പ് കൊടുക്കുക. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവേ, സ്നേഹം കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, ഒരു കാലത്തും കുറയുകയില്ല. ഏറിയ വെള്ളങ്ങൾ ഈ പ്രേമത്തെ കെടുത്തുകയില്ല. കർത്താവേ, കഷ്ടതയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, പരിഹാസമാകട്ടെ, എന്തു വന്നാലും ഞാൻ യേശുവിനെ സ്നേഹിക്കും. എന്തു വന്നാലും ഞാൻ യേശുവിനെ സ്നേഹിക്കും. എന്ത് വന്നാലും ഞാൻ യേശുവിനെ സ്നേഹിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. കരങ്ങളെ താഴ്ത്തിയിടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ പ്രേമിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. യേശുവിനെ സ്നേഹിക്കുന്നത്, അതാണ് നിങ്ങളുടെ ബലം, അതാണ് നിങ്ങളുടെ സന്തോഷം. അതിൽ നിങ്ങൾ നിലനിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമർപ്പണം പുതുക്കുക. ഹല്ലേലൂയ. ദൈവത്തോടും പിശാചിനോടും നിങ്ങളുടെ ഹൃദയത്തോടും തന്നെ പറയുക. യേശുവിനോട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഏറ്റു പറയുക. പാപം മാത്രം ഏറ്റു പറഞ്ഞാൽ പോരാ. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നെ എഴുന്നേൽപ്പിക്കും. വിശ്വാസം ഏറ്റു പറയണം. വിശ്വാസം, വിശ്വാസം, വിശ്വാസം. എൻ്റെ യേശു എന്നെ എഴുന്നേൽപ്പിക്കും. യേശു എൻ്റെ കരത്തിൽ പിടിക്കും. സ്വർഗീയ പിതാവേ, കാരുണ്യവാനേ, ഈ തന്ന സമയത്തിനായി സ്തോത്രം. ഞങ്ങളോടുകൂടെ നീ ഉള്ളതിനാൽ സ്തോത്രം. എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ.